ഇന്നൊരു ഈവനിങ് വ്ളോഗൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ആക്ച്വലി. ചീമ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ ചീമയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ചീമയുടെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലായി. അതുപോലെ തന്നെ അവൾക്ക് ക്ലാസ്സും ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അവൾ അടുത്ത ദിവസമേ പോകുള്ളൂ. അപ്പോൾ ആ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. വേറെ അടുത്തല്ല, ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആട്ടോ. അവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും, ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇപ്പോൾ അതേ കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ സ്ഥിരം കാണിക്കാറുള്ള ഐ സ്പെഷ്യലിസ്റ്റായ നമ്മുടെ വസുന്ധര ഡോക്ടറാണെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, നമ്മുടെ തിരുമലയുള്ള വസന്താസ് ക്ലിനിക്കിൽ പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് കണ്ണിന് എന്ത് പ്രശ്നം വന്നാലും ഡോക്ടറാണ് കാണുന്നത്. നല്ലൊരു ഡോക്ടറാട്ടോ, നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്. കാരണം അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് വർഷങ്ങളായിട്ട് കണ്ണിലിങ്ങനെ ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുനെൽവേലിയിൽ വലിയൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ വരെ പോയിട്ട് അച്ഛൻ അതിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഫൈനലി ഈ ഡോക്ടറെ കൊള്ളാമെന്ന് ഒരാൾ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ ഡോക്ടറെ കണ്ട ശേഷമാണ് അച്ഛന് ആ കണ്ണിലെ ചൊറിച്ചിലെല്ലാം മാറിയത്. ഒരു ഐ ഡ്രോപ്പും ഉണ്ട്. പിന്നെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ബഡ്സ് ഇട്ട് കണ്ണ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം അച്ഛന് കണ്ണ് ചൊറിച്ചിലോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അതിനുശേഷം നമ്മളെല്ലാവരും ഈ ഡോക്ടറെ തന്നെയാണ് കാണുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് പവർ ചെക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ചെറിയ പവറിൻ്റെ ഒരു ഇതുണ്ട്. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പവർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ചെറുതായിട്ട് പവർ എന്തോ മാറിയിട്ടുണ്ട്, ഇനി സ്പെക്സ് വാങ്ങണ്ടേ. അങ്ങനെ ആദ്യം ലെൻസ് കാർട്ടിൽ വന്നു, അവിടെ ഏട്ടന് ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ടൈറ്റാനിൽ വന്നു, അവിടെ ഒന്നും ഇഷ്ടമായില്ല. ഇനി എവിടെ നിന്ന് വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കുറേ കയറി ഇറങ്ങി നടന്നിട്ട് എവിടെ നിന്നെങ്കിലും വാങ്ങുക കേട്ടോ. അപ്പം ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നമുക്ക് വേറെ പണിയില്ലല്ലോ, നമ്മളും കൂടെ ഇങ്ങനെ കറങ്ങാനായിട്ട് നടക്കുകയാണേ. അപ്പോൾ എൻ്റെ മുഖത്ത് ചിരിയില്ല അല്ലേ, സോറി. ഇവിടെ എങ്ങും കണ്ടില്ല. വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു മൂവി കാണാൻ പോകാമെന്ന്. കാരണം വേദയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി, ദിലീപിൻ്റെ മൂവീസ് എന്ന് പറഞ്ഞാൽ വേദം മരിക്കും കേട്ടോ. അത് ഇറങ്ങിയപ്പോൾ മുതൽ ബഹളം കാണാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞു റിവ്യൂ നോക്കിയിട്ട് നമുക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം സോഷ്യൽ മീഡിയാസിലെല്ലാം നല്ലൊരു റിവ്യൂ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മൂവി എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും റിവ്യൂ കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് വൈകുന്നേരം കാണാൻ പോകാമെന്ന് കരുതിയപ്പോഴേക്കും ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ. എല്ലാം ഈ ഫ്രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ. അത് ഫ്രണ്ട് സീറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് കാണുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പേയാടുള്ള SP വന്ന് നോക്കി, ഈ ടിക്കറ്റൊന്നും കാണാത്തതുകൊണ്ട്. പക്ഷേ അവിടെ ആ ഒരു മൂവിയേ ഇല്ല, തുടരും മൂവി മാത്രമേ ഉള്ളൂ. അവിടെ 2 സ്ക്രീൻ എന്തുകൊണ്ട് 2 സ്ക്രീനിലും തുടരുമാണ് അവർ സ്ട്രീം ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെയും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ നാളത്തേക്ക് കൈരളിയിൽ 6 മണിക്കുള്ള ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഏതേ ബഹളം ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യില്ല. പിന്നെ വെക്കേഷനായിട്ടൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഇവർ 3 പേരും വീട്ടിലുണ്ടായിരുന്നു. ഇവർ 3 പേരും വീട്ടിലാക്കിയിട്ടാണ് ഞാൻ എണ്ണം കൂടി കറങ്ങാനായിട്ടൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇവിടെ ബഹളം കേട്ടോ, ഡാൻസും പാട്ടും. ഒരു പൊട്ട ഫോൺ വേദയ്ക്കുണ്ട്, അതിൽ സ്ക്രീനൊന്നുമില്ല, അതെല്ലാം പോയൊരു ഫോൺ. അതൊക്കെ വെച്ചിട്ട് കളിയും ബഹളവും തന്നെ. പിന്നെ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവേ. ഫേസസ് കാനഡയുടെ 3-in-1. ഞാൻ അങ്ങനെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നതല്ല, വർക്കിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ കരുതി ഈ കൊളാബൊക്കെ വരുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണ്ടേ, അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിയതാണ്. ഇതത്ര കവറേജ് ഒന്നുമില്ല, എങ്കിലും ഒരു സൺസ്ക്രീനായിട്ടും മോയ്സ്ചറൈസറായിട്ടും ഫൗണ്ടേഷനായിട്ടും ഒരു അത്യാവശ്യം ഇപ്പോൾ എന്നെപ്പോലെ ഈ ഒരു മീൻസ് ഈ ഫ്രിക്കിൾസ്, പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് മാർക്സ് ഒന്നും മുഖത്തില്ലാത്തവർക്ക് കിട്ടാൻ നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ബ്ലാക്ക് മാർക്സ് ഒന്നും കവർ ആവുന്നില്ല, ജസ്റ്റ് അല്ലാത്തവർക്കൊക്കെ കൊള്ളാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിയെന്നേ ഉള്ളൂ, കുഴപ്പമില്ല, നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്. സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ പ്ലസ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ, ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ വന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് മുടിയുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ഞാൻ എങ്ങനെയൊക്കെ കെട്ടാൻ നോക്കിയിട്ടും ശരിയാവുന്നില്ല. ഞാൻ പോണി മാറ്റിയിട്ട് ഞാനിങ്ങനെ ക്ലിപ്പ് വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ പോണി കെട്ടുമ്പോൾ നെറ്റ് ഇങ്ങനെ വലിങ്ങി നെറ്റ് കയറി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കെട്ടിയാൽ വലിയ കുഴപ്പം വരില്ല, പക്ഷേ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഇങ്ങനെ കെട്ടുക എന്ന് പറയുന്നത്. എങ്കിലും ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതുമായിട്ട് മൽപ്പിടുത്തം പിടിക്കുകയാണേ. എനിക്ക് മുടി വളർത്തുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്, എനിക്കിഷ്ടമല്ല. പിന്നെ കുറേ നാൾ ഞാൻ ഇടയ്ക്കൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിറയെ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറേശ്ശെ വെട്ടി ഇത് ഈ പരുവായി. പക്ഷേ എനിക്ക് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേക്കാൻ ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടൊക്കെ കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയില്ലേ, അത് ഞാൻ എപ്പോഴും ചെയ്യും കേട്ടോ. അതിലൊരു കുറവും ഞാൻ മുടിക്ക് മാത്രം, അതിൽ മാത്രം ഒരു കുറവും ചെയ്യില്ല. എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറി. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചാൽ ഒരു അബദ്ധം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരു പൊട്ടത്തരം കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറയുന്നതിന് മുന്നേ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ എന്താണെന്ന് പറയട്ടെ.
ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് തിരിച്ചിട്ടിരിക്കുക കേട്ടോ. ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടിലുമാണ് കിടക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇട്ടിട്ട് എന്തോ ഒരു വ്യത്യാസം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കാര്യമായിട്ട് നിന്ന് പറക്കുന്നു, ഒതുക്കുന്നു, എല്ലായിടത്തൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു എന്താ പറയുക, ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇപ്പോഴങ്ങ് ഞാൻ അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനത് ആ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഉടുപ്പിനെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. കിച്ചണിൽ കയറിയപ്പോൾ ഞാൻ ആക്ച്വലി കിച്ചണിൽ കയറിയത് ഒരു കോഫി ഇട്ട് കുടിക്കാം എന്ന് കരുതിയിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. അപ്പോഴേക്കും വൈകുന്നേരമായിട്ടും ബ്ലാക്ക് കോഫി അവൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിൻ്റെ പാത്രം അതുപോലെ സിങ്കിൽ കിടപ്പുണ്ട് കേട്ടോ. അത് കഴിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. ഇത് കഴുകി വെക്കുന്ന കാര്യം മറന്നുപോയി. കിച്ചണിൽ കയറിയപ്പോഴാണ് ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടത്. എനിക്കിങ്ങനെ സിങ്കിലൊന്നും പാത്രങ്ങൾ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ജോലി കഴിയുന്നവരെ കേട്ടോ, രാവിലത്തെ ജോലി സമയം ഫുൾ എല്ലാം കൂടി സിങ്കിലടിക്കി പറക്കി ഇട്ടിട്ട് പിന്നീടാണ് കഴുകൊക്കെ എല്ലാം. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും എല്ലാം നീറ്റായിട്ട് കിടക്കണം. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാരി എടുത്തൊക്കെ വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ കോഫിക്ക് വേണ്ടിയിട്ടുള്ള പാലെല്ലാം എടുക്കുകയാണേ. ശുദ്ധമായ പശുവിൻ പാലാണ്. കുറച്ച് ദിവസമായിട്ട് പാൽ വാങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും കുറച്ച് ദിവസമായിട്ട് ഞാൻ പാലൊക്കെ വാങ്ങുന്നുണ്ട്. ഷേക്കായിട്ടോ ജ്യൂസായിട്ടൊക്കെ അടിച്ച് കുടിക്കാറുണ്ട് കേട്ടോ പാൽ വാങ്ങിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാൽ വാങ്ങുന്നുണ്ട്. പാൽ വാങ്ങാതിരുന്നത് ഇവിടെ കുടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് പാൽ വാങ്ങാതിരുന്നത്. അപ്പോൾ എനിക്ക് കോഫി ഫുൾ ഇങ്ങനെ പാലിലിട്ട് കുടിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് പാലും കൂടുതൽ വെള്ളം ഒഴിച്ചാണ് എനിക്ക് കോഫി കുടിക്കാൻ ഇഷ്ടം. അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ നല്ല കടുപ്പവും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ തന്നെയാണ്. ഒന്നുകൂടെ തിളപ്പിക്കാണ്ടിരുന്നാൽ നമ്മൾ കോഫിയായിട്ട് കുടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കോൾഡ് കോഫിയായിട്ട് കുടിക്കണം. എനിക്കിപ്പോൾ ഹോട്ട് കോഫിയായിട്ട് കുടിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പാലൊന്ന് ചൂടാക്കുക കേട്ടോ. ഞാൻ ഈ കോഫി പൗഡർ, ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാനങ്ങനെ വാങ്ങി വെക്കാറില്ല. കുറച്ച് തരിതരിയുള്ള കോഫി പൗഡർ വാങ്ങി വെക്കത്തുള്ളൂ. അത് അമക്കട്ടയകത്തുമില്ല. ബ്ലാക്ക് കോഫി ഇട്ട് കുടിക്കുമ്പോൾ ആ ഒരു കോഫി പൗഡറാണ് നല്ലത് കേട്ടോ. ഈ പാൽ കോഫി ഇടുമ്പോഴാണ് ഞാനിങ്ങനെ സാഷേ പാക്കറ്റ് വാങ്ങി വെച്ചിട്ട് അതിലായിരിക്കും ഞാൻ കോഫി ഇടാറ്. കാരണം ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. ഇവിടെ സ്ഥിരം കോഫി കുടിക്കുന്നവരുമില്ല. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടി മാത്രം ഇതുപോലെ കുറച്ച് സാഷേ പാക്കറ്റ് വാങ്ങി വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം പൊട്ടിച്ചെടുക്കും. ബ്ലാക്ക് കോഫിക്ക് മറ്റേ തരിതരിയായിട്ടുള്ള ആ ഒരു ബ്രൂവിൻ്റെതാണ് വാങ്ങുന്നത്. അത് പാൽ കോഫി ഇട്ടാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് അതിന് വേറെ ഇതിന് വേറെ. ഞാൻ കോഫിയും കുറച്ച് ജാഗറി, ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. മധുരത്തിനും ഷുഗറിന് പകരം ശർക്കരയാണ്. പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര വാങ്ങിയിട്ട് അതാണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് തിളച്ച കുറച്ച് പാല് കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണേ. ബീറ്റ് ചെയ്ത ശേഷം പാലൂടെ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ കോഫിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. എന്ത് കാര്യമായിട്ട് ഞാൻ ആ ഡ്രസ്സിനെ തിരിച്ചിട്ടിട്ട് നിൽക്കുന്നു നോക്കി, മരമണ്ടി എനിക്ക് തന്നെ ഞാനത് മനസ്സിലാക്കിയപ്പോൾ, ആ ഒരു നഗ്നസത്യം, ഞാൻ ഡ്രസ്സ് തിരിച്ചാണ് ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കുറേ സമയം നിന്ന് ചിരിച്ച് ഞാൻ എന്നെപ്പറ്റി തന്നെ, എനിക്കിതുപോലുള്ള അബദ്ധങ്ങൾ സ്ഥിരം പറ്റാറുണ്ട് കേട്ടോ. മറിച്ചൊക്കെ ഇട്ടിട്ട് വന്നിങ്ങനെ കാര്യമായിട്ടിരിക്കാറുണ്ട്. ചിലപ്പോൾ നെട്ടയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറ്റാറുള്ളത്. അപ്പോൾ അമ്മയൊക്കെ ഇരുന്ന് ചിരിക്കാറുണ്ട് കേട്ടോ. എനിക്കത് എന്തെങ്കിലും തലയ്ക്ക് കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. ചില സമയങ്ങളിൽ എൻ്റെ കിളി ഫുൾ പോയിരിക്കുകയെ. ഇങ്ങനെ ഞാൻ പാല് തിളച്ചോന്ന് പറഞ്ഞ് നോക്കി നിന്നപ്പോഴാണ് ഞാൻ ആ ഒരു നഗ്നസത്യം മനസ്സിലാക്കുന്നത്, എൻ്റെ ഡ്രസ്സ് തിരിഞ്ഞ് കിടക്കുകയാണെന്നുള്ളത്. വേറൊന്നുമില്ല, ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടിലും ആയിപ്പോയിട്ടുണ്ട്. പക്ഷെ വൃത്തികേടില്ല അല്ലേ? എങ്കിലും എന്താണ് എനിക്ക് വീഡിയോ കാണുമ്പോൾ കൂടി ചിരി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ആ നഗ്നസത്യം ഞാനിപ്പോൾ മനസ്സിലാക്കി. ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടും ആണെന്നുള്ള കാര്യം. അതാണ്, എന്തോ കഴുത്തെല്ലാം കയറി ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ആ ഡ്രസ്സിനെ മാറ്റി തിരിച്ചിട്ട് കേട്ടോ. ഇപ്പോഴല്ലേ ഒരു വൃത്തിയും മെനയൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ആ മുടി അങ്ങനെ കിട്ടിയപ്പോൾ കുറച്ചൊക്കെ ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇനി മുതൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതായിരിക്കും. പക്ഷെ കിടക്കുന്ന സമയം ഈ സാധനം വെച്ചാൽ തലയിൽ കയറി കുത്തും കേട്ടോ. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ക്ലിപ്പാണ്, വലിയ ക്ലിപ്പാണ്. അപ്പോൾ അത് തലയിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ക്ലിപ്പ് വാങ്ങിയിട്ട് രാത്രി കിടക്കുന്ന സമയം പോണി കെട്ടിയിട്ട് അങ്ങ് കിടക്കാം. പോണി അല്ലെങ്കിൽ ഇങ്ങനെ വാരി പിടിച്ചെല്ലാം കൂടി അങ്ങ് കെട്ടി വയ്ക്കും കേട്ടോ. ഓക്കെ, ഞാൻ ശർക്കരയും കോഫി പൗഡറും കുറച്ച് തിളച്ച പാലും കൂടി നമ്മുടെ ബീറ്ററിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആ കുഞ്ഞ് ബീറ്റർ ഞാൻ അതും വേണമെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാവേ. കോഫി ഇങ്ങനെ ബീറ്റ് ചെയ്ത് കോഫി പാൽ കൂടെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബീറ്റർ ഇല്ല എങ്കിൽ മറ്റേ ഫോർക്കോ സ്പൂണോ വെച്ച് നന്നായിട്ട് ഒന്നടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ചൂട് പാൽ ഒഴിച്ച് കൊടുക്കാവേ.
എന്നിട്ട് ഇളക്കൊന്നും വേണ്ട, അങ്ങനെ അങ്ങ് കുടിക്കുക. എനിക്ക് കടുപ്പം കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ട് ഈ 5 രൂപയുടെ സാഷെ പാക്കറ്റാണ് ഉണ്ടായിരുന്നത്, അത് ഫുള്ള് ഞാൻ ഇട്ട് കേട്ടോ. ആ കടുപ്പത്തോട് കുടിക്കുമ്പോഴാണ് കോഫി കുടിച്ചു എന്നുള്ളൊരു ഫീല് വരുന്നത്. സത്യമായിട്ട് എനിക്ക് കോഫിയോ ചായയൊക്കെ കുടിച്ചാൽ വയറ് നിറഞ്ഞിരിക്കും കേട്ടോ, പിന്നെ വിശക്കത്തേ ഇല്ല. അത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ മധുരം ഇല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് അതിന് പകരം ഷുഗറിന് പകരം ഞാൻ ശർക്കര എടുത്തത്. അതുപോലെ തന്നെ കോഫി കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും അല്ലേ. മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഫ്രഷ്നെസ്സാണ്. ഈവനിങ് കുടിച്ചാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം കുറവായിരിക്കും. ഈ ഗ്രീൻ ടീ ഇതുപോലുള്ള കോഫി ടീ ഒക്കെ എടുത്താൽ രാത്രി ചിലപ്പോൾ എനിക്ക് ഉറക്കത്തിൻ്റെ ചെറിയൊരു കുറവ് വരാൻ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കോഫിയൊക്കെ കുടിച്ചു. കോഫിയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദതയെ ഞാൻ വൈകുന്നേരം അവൽ നനച്ച് വെച്ചിരുന്നത് ഇപ്പോഴാട്ടോ എടുത്ത് കഴിക്കുന്നത്. ഞാൻ വേദയോട് ചോദിച്ചു, ഡിന്നറിന് നിനക്ക് എന്താടി വേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് അവൽ നനച്ചതുണ്ടെങ്കിൽ അവൽ മാത്രം മതി. അപ്പോൾ ഞാൻ കോഫി കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു എനിക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വേദയ്ക്ക് കോൾഡ് കോഫി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പുറത്ത് നല്ല മഴ, ഇന്നലെയും രാത്രി മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മഴ തുടങ്ങി എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മഴ തുടങ്ങിയാലൊരു മേളമായിരിക്കും അല്ലേ. ഓക്കെ, എന്തായാലും ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറി വേദയ്ക്ക് കോൾഡ് കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിലും ഇതുപോലെ കോഫി പൗഡറും, വേദയ്ക്ക് ഞാൻ ഷുഗർ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഗ്ലാസ്സിൽ കുറച്ച് പാൽ ഒഴിച്ച് വെച്ചേക്കാണ്, അതിൽ ഷുഗറും ഞാൻ ഇട്ടിരിക്കുകയാണ്. അതിൽ ആ ഷുഗറിൽ എന്തോ കിടന്നൊരു ഉറുമ്പ് അതിനകത്ത് കിടക്കുന്നുണ്ട്. ഞാനും ആ ഉറുമ്പും കൂടി മൽപ്പിടുത്തം പിടിക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അത് കയറി വരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ കുറേ സമയം അതുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അതിന് ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ പാലും അതിലും ഞാൻ പാലും ഷുഗറും കുറച്ച് കോഫി പൗഡറും എനിക്കിട്ട്, ഞാൻ ആ 5 രൂപയുടെ സാഷെ പാക്കറ്റ് ഫുൾ ഇട്ടായിരുന്നു. വേദയ്ക്ക് ഞാൻ അത്ര ഇട്ട് കൊടുത്തില്ല, പകുതി ഇട്ടുള്ളൂ. അത്രയും കടുപ്പമായാൽ ചിലപ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് നമ്മുടെ ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ബീറ്ററിൻ്റെ ബാറ്ററി പോയെന്ന് തോന്നുന്നു, അത് കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിക്കും. ഞാൻ പാൽ അരിച്ചൊഴിക്കുകയാണ്. രാവിലെ കാച്ചി വെച്ചിട്ട് പിന്നെ അരിച്ചൊഴിക്കാൻ മറന്നുപോയി. അരിച്ചൊഴിച്ചില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടിയും പൊട്ടുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതങ്ങി വരും പാലും ഈ കോഫി പൗഡറും പഞ്ചസാരയും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആ സാഷെ പാക്കറ്റിന് കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അത് ഞാനിങ്ങനെ ഒരു ക്ലിപ്പിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. ആ ക്ലിപ്പിട്ട് വെച്ചാൽ നല്ല എയർ ടൈറ്റ് പോലെ ഇരിക്കും കേട്ടോ, ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് അതിനകത്തേക്ക് അങ്ങ് വയ്ക്കുകയാണേ. ഇനി ഒരു കുഞ്ഞു കോഫി കൂടെ ഇടാനുള്ള കോഫി പൗഡർ ആ ഒരു സാഷെ പാക്കറ്റിലുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. ഞാൻ അത് അകത്ത് മൂടി വെക്കാണ്ട് വെച്ചിരുന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ടയായി പോകും, അതുകൊണ്ട് അത് മൂടി വെച്ച ശേഷം വീണ്ടും ബീറ്റ് ചെയ്യുകയാണ്. ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. കോൾഡ് കോഫിയല്ലേ വേദയ്ക്ക് വേണമെന്ന് പറഞ്ഞത്. പാലും ഓൾറെഡി തണുത്തിരിക്കുകയാണ്, അതുകൊണ്ട് പാലിന് ഹോട്ടലല്ലോ, അതുകൊണ്ട് ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തിളപ്പിച്ച് പാടെ എല്ലാം മാറ്റിയിട്ട് വെച്ചിരിക്കുന്ന പാലാട്ടോ. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പഞ്ചസാര അലിഞ്ഞിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ട് ഞാനൊരു സ്പൂൺ ഇട്ട് നന്നായിട്ട് കറക്കി എടുക്കുകയാണേ. അത് ആക്ച്വലി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി, പക്ഷേ ബീറ്റർ കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട്, എൻ്റെ ബാറ്ററി പോയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി സ്പൂണിട്ട് തന്നെ നമുക്ക് കറക്കാമെന്ന് കരുതി അങ്ങനെ സ്പൂണിട്ട് കറക്കുകയാണ്. അപ്പോഴേക്കും വേദ അവിടെ കറങ്ങി തിരിഞ്ഞ് വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു നീ മധുരം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു മധുരം ഇല്ലയെന്ന്. പിന്നെ കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുത്തു കേട്ടോ. വേദ ഭയങ്കര മധുരത്തിൻ്റെ ആളാണ്. ചായയൊക്കെ ഇട്ടാൽ എന്നെ പോലെ തന്നെ കേട്ടോ, ഞാനും വേദയും ഒരു വൈബാണ്. നന്നായിട്ട് മധുരം കുടിക്കും. പണ്ട് വേദയ്ക്ക് മധുരമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം വേദ നന്നായിട്ട് മധുരം കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കഴിക്കുന്ന സാധനത്തിന് നല്ല മധുരം വേണം, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. അങ്ങനെയാണ് ഞാനും വേദയും. അപ്പോൾ മധുരം കുറവെന്ന് പറഞ്ഞത് കൊണ്ട് വീണ്ടും പഞ്ചസാര എല്ലാം ഇട്ട് നന്നായിട്ട് കുറുക്കി കൊടുക്കുകയാണേ. അപ്പോൾ ഇതാണ് വേദയുടെ ഡിന്നർ. ഏട്ടന് വേണ്ടിയിട്ട് പുട്ട വയ്ക്കുന്നുണ്ട്, മീൻകറി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും തന്നെയാണ് ഇന്നത്തെ വൈകിട്ടത്തെ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ചീമയായിട്ട് പോവാം, ചീമ കയറ്റി വിടാം, ചീമയായിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ചീമ ട്രെയിനിൽ കയറ്റി വിട്ട് തിരിച്ച് വരാം, അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഉടനെ തന്നെ ചീമ അങ്ങ് പോകും കേട്ടോ. പോകുമ്പോൾ സച്ചു ഇല്ല എങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കേണ്ടി വരുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ, ഞാനാണ് കൊണ്ടാക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദയ്ക്ക് കോഫിയും നമ്മുടെ അവലൊക്കെ കഴിച്ചപ്പോൾ വയറ് നിറങ്ങി കേട്ടോ. ഞാനും ഇനി ഡിന്നറൊന്നും കഴിക്കുന്നില്ല, കോഫി കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറെല്ലാം നിറഞ്ഞു. അപ്പോൾ ഈ കോൾഡ് കോഫി കുടിക്കുന്നതിനെക്കാട്ടി ഹോട്ട് കോഫി കുടിക്കുമ്പോഴാണ് പെട്ടെന്ന് വയറെല്ലാം നിറയുന്നത്. അതുകൊണ്ട് എനിക്കും ഡിന്നറിനൊന്നുമില്ല, ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ഉടനെ കാണാം. ടാറ്റാ.